ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കൊരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ആപ്പ് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമുക്കതിൽ ചെയ്ത് കുറച്ച് ഫോട്ടോസ് കാണാം. സോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടോവിനോയുടെ ഒരു പടം, ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്കിവിടെ കാണാം. അപ്പം ജസ്റ്റ് സൂം ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. സോ ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ ഫോട്ടോവും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത വേർഷനുമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വേറെയും കുറച്ച് പടങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇപ്പം ദുൽഖർ സൽമാൻ്റെ ഒരു പടം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒരു പെർഫെക്ഷനും ഒക്കെ നല്ലൊരു കളർ ടോണൊക്കെ ഒറിജിനൽ കളർ ടോണിലൊക്കെ വന്നിട്ടുണ്ട്. ഒറിജിനൽ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് എൻഹാൻസ് ചെയ്തൊരു കളർ ടോണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അലിയ ഭട്ടിൻ്റെ ഒരു പടം എടുക്കുകയാണെങ്കിൽ ബ്ലറായ ഒരു ഇമേജാണ്, ബട്ട് ഇത്തിരി കൂടെ പിക്സൽ ക്വാളിറ്റിയും കുറച്ച് ബ്രൈറ്റൊക്കെ ആക്കി നല്ലൊരു ക്വാളിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ഫോട്ടോ. പിന്നീട് ഇപ്പം സണ്ണി ലിയോൻ്റെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡ് ബ്ലറാണ്, പക്ഷേ റൈറ്റ് സൈഡിലെ നമ്മുടെ വേർഷൻ നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് ലുക്ക് ബെറ്റർ. വേറെ അടുത്ത ഫോട്ടോ ആണെങ്കിൽ ഇപ്പം ദുൽഖർ സൽമാൻ്റെ വേറൊരു ഫോട്ടോ. അപ്പം നിങ്ങൾക്കിതിൽ ക്ലിയറായിട്ട് കാണാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് പഴയ ഫോട്ടോവും നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ തമ്മിൽ നിന്നുള്ള. സോ നമ്മുടെ ആപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എങ്ങനെയാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. റെമിനി എന്നാണ് ആപ്പിൻ്റെ പേര്, REMINI, റെമിനി എന്നാണ്. റെമിനി ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ റെമിനി ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഫ്രീ ടൂളാണ്, ബട്ട് ഇതിൻ്റെ പെയ്ഡ് വേർഷനുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച ഫോട്ടോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ വേർഷൻ മതിയാകും. സോ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. ബ്ലറായിട്ടുള്ളൊരു ഫോട്ടോ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒരു ഡ്രാഗിൻ്റെ ഒരു സമയം മാത്രമേ നമുക്കിവിടെ ചിലവാകുന്നുള്ളൂ. ഇറ്റ്സ് ഓൾഡ് ഫോട്ടോ ആണ്. ഫേഷ്യൽ ഡീറ്റെയിൽസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പർച്ചേസിങ്ങിൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. വീക്ക്ലി 950 ആണ് വരുന്നത്. സോ നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് മുകളിൽ ക്ലോസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആക്സസ് കൊടുക്കാം, ഗിവ് ആക്സസ് ടു ഫോട്ടോസ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇപ്പം ദുൽഖറിൻ്റെ ഒരു പടം എടുക്കുകയാണ്, അത് ഞാൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഫോട്ടോ ക്ലിക്ക് ചെയ്തു, എൻഹാൻസ് കൊടുത്തു. അപ്പം ഇമേജ് അവർ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് കാണാം, ഇതാണ് ഒറിജിനൽ ഫോട്ടോ, ഇത് എൻഹാൻസ് ചെയ്ത വേർഷൻ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. നിങ്ങൾക്ക് കാണാം എത്രത്തോളം അതിലെ ഡീറ്റെയിൽസ്. സോ ഒന്ന് സൂം ചെയ്യാം. ഒറിജിനൽ പിക്ക് ഇതാണ്. ഇത്രത്തോളം ഒരു ഡിഫറൻസ്. എനിക്ക് തോന്നുന്നൊരു നമ്മുടെ പോർട്രേറ്റിലൊരു പടം, നമ്മുടെ ഫേസ് കൂടുതലായിട്ട് കവറാകുന്ന ഒരു പിക്ചറിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ റെമിനി ആപ്പ് കൊണ്ട് യൂസ്ഫുൾ ഉള്ളത്. സോ നമ്മുടെ DP ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ടൂളാണിത്. ജസ്റ്റ് സേവ് ബട്ടണിലത് കൊടുക്കുക. ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആഡ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ട് ഗാലറിയിൽ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഫോട്ടോ. അപ്പോൾ ജസ്റ്റ് ഡൺ കൊടുക്കാം. നമുക്കിനി വേറൊരു ഫോട്ടോ കൂടെ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പം ജസ്റ്റ് ഇവിടെ സണ്ണി ലിയോൻ്റെ ഒരു പടം ക്ലിക്ക് ചെയ്യാണ്. അതിലിപ്പം എൻഹാൻസ് വാച്ച് ആൻഡ് ആഡ് കാണാം. ഒരു ആഡ് കണ്ടു കഴിയുമ്പം നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആവും. ഓക്കെ, നമ്മൾ ആഡ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഫോട്ടോ ഇവിടെ കാണാം. അപ്പോൾ അതിന് ഇൻ്റർഫേസിൽ നമുക്ക് ജസ്റ്റ് സൂം ചെയ്യാം. സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം നമ്മുടെ പഴയ ഫോട്ടോ പിന്നെ ആഫ്റ്റർ ശേഷമുള്ള പടം. ഇത്രത്തോളം എന്താ പറയുക, അടിപൊളി ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണിത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഡള്ളായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ഒരു ലൈഫ് കൊടുക്കാം പടത്തിനൊക്കെ. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്തും ഒരു ആഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ജസ്റ്റ് വാച്ച് ആൻഡ് ആഡ് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡൺ കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നമ്മളെ ഗാലറി പോയിട്ട് നമ്മൾ ചെയ്ത ഫോട്ടോസൊക്കെ ഒന്ന് നോക്കാം എത്രത്തോളം കാണാൻ രസമുണ്ടെന്നുള്ളത്. അപ്പം നമുക്കിനി നമ്മുടെ സേവായ ഫോട്ടോസ് കാണാം. ഇതാണ് ദുൽഖറിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒറിജിനൽ ഫോട്ടോ. ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ റെമിനി ആപ്പിൽ ചെയ്ത ഫോട്ടോ. സോ ഇതിനൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എത്രത്തോളം ഒരു ബ്രൈറ്റും നല്ലൊരു ലൈഫും കിട്ടിയൊരു പടമാണ്.
സോ ഇപ്പം സണ്ണിലിയോണിൻ്റെ പടം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലർ ഒക്കെ കാണാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത വേർഷൻ റെമിനി ആപ്പ് യൂസ് ചെയ്തിട്ട് എൻഹാൻസ്മെൻറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ആണെങ്കിൽ ഇതാണ്. സോ എത്രത്തോളം വൃത്തിയായി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഡൾ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റെമിനി ആപ്പ് യൂസ് ചെയ്തിട്ട് നല്ല ബ്രൈറ്റും ഒരു ലൈഫും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം. അപ്പോൾ താങ്ക് യു.